അങ്ങനെ നമ്മുടെ ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു പോവുക. പുള്ളിക്കാരൻ ഈയിടെയായിട്ട് UK ഒരു സന്ദർശനമൊക്കെ ഉണ്ടായിരുന്നു, ഇസ്ലാം കുളം തോണ്ടിയ രാജ്യങ്ങൾ. അങ്ങനെ UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പുള്ളി പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പുള്ളി UK സ്പീക്കേഴ്സ് കോർണർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ കുറേ ഇസ്ലാമിക ദാവാ കുഞ്ഞുങ്ങൾ ദാവാ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരുടെ മതം വേണ്ട മുന്തിയ സാധനമൊക്കെയാന്ന് പറഞ്ഞ് വെളുപ്പിക്കുന്ന പരിപാടി, വൈറ്റ് വാഷിംഗ്. അങ്ങനെ ആരിഫ് അവിടെ പോയി. ആരിഫ് അവിടെ ഒരു ദാവാ കുഞ്ഞുമായിട്ടും ഒന്നല്ല, ഒരു 10-20 ദാവാ കുഞ്ഞുങ്ങളും ആരിഫ് ഒറ്റയ്ക്ക്. ദാവാ പ്രവർത്തനത്തിന് ഇവന്മാരാണ് അവിടെ മുൻപന്തിയിൽ UK. അപ്പോൾ അവിടെ ചെന്നേച്ചിട്ട് ആരിഫ് അവന്മാരുമായിട്ട് ഒരു ചെറിയൊരു കോൺവെർസേഷൻ നടത്തി. ആരിഫ് ഇസ്ലാമിൽ കുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറയുന്ന, സ്വന്തം കുഞ്ഞിനെ അച്ഛന് കല്യാണം കഴിക്കാമെന്ന് ആരിഫ് പറയുന്ന ഖുറാനിലുണ്ടെന്ന് ആരിഫ് പറഞ്ഞു. പക്ഷെ അത് കള്ളത്തരം ആരിഫ് പറഞ്ഞത്. അങ്ങനെ ആരിഫ് പറഞ്ഞത് എല്ലാം തെറ്റാന്ന് തെളിഞ്ഞു. അത് കള്ളത്തരമാണെന്ന് പൊളിഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ മുക്കാൽ മീഡിയയും പിന്നെ കുറേ ദാവാ കുഞ്ഞുങ്ങളും പിന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ളത് നമ്മുടെ ഉണ്ണാക്കൻസ് ഉണ്ട്, ബാസിൽ, പിന്നെ അവൻ്റെ ടീമും, ആനമയിൽ ഒട്ടക ടീം, അൺമാസ്കിങ് അനോമലീസ്, ഇവന്മാരും എല്ലാം കൂടി ഇട്ട് ഇപ്പോൾ ആരിഫിനെ എടുത്തിട്ട് ഉടുക്കുക. ആരിഫിൻ്റെ കള്ളത്തരം പൊളിഞ്ഞു. ആരിഫ് നാട്ടിൽ ഓൺലൈനിൽ മാത്രം വിജയിച്ചുകൊണ്ടിരുന്നത് നേരിട്ടൊരു ഇസ്ലാമിക ദാവാ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തോറ്റുപോയി. ഇതൊക്കെ പറഞ്ഞ് ആരിഫിനെ എടുത്തിട്ട് ഏറി കയറ്റുക. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കാണുമായിരിക്കും. ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. Right? If that obstacle is removed, which is easily removed today, ഇതൊരു 19 മിനിറ്റിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഒരു ദാവാ കുഞ്ഞിട്ടിട്ടുണ്ട്. Why? You don't like deflections? I don't like deflections. If that is the answer I have, you are claiming that you have better answer than that. I do. Then answer me. I do. What? Let's marry your own First child. of all, നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ യൂട്യൂബിൽ കാണാം. ആരിഫ് കിടന്ന് ഉരുളുക, സത്യമായി ഞാൻ അതിൻ്റെ അകത്ത് കിടന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ണാൻ ഒരു 10-20 പൂച്ചയുടെ ചുറ്റും, പൂച്ചയല്ല പന്നിയുടെ ചുറ്റും കിടന്ന് വിഷമിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംഭവം ഉണ്ടായത്. അത് ഞങ്ങൾക്കൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ ഇനിയാണ് നമ്മുടെ ടോപ്പിക്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണാം. ആരിഫ് അവിടെ പോയി ഒറ്റയ്ക്ക് പൊരുതാൻ നോക്കി. പക്ഷെ ഇവന്മാർ ദാവാ കുഞ്ഞുങ്ങളാണ്. ഇവന്മാർ ഒരു 10-20 പേര് ചേർന്നിട്ട് കൂട്ട ആക്രമണം. പിന്നെ ആരിഫ് പറഞ്ഞ പോലെ ഖുറാനിൽ ഇല്ല സ്വന്തം മകളെ, പക്ഷെ ഖുറാനിൽ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരു സെക്കൻഡ് ഒന്നെടുത്തോട്ടെ. വലിയൊരു മൗലിയാർ പറയുന്ന സംഭവമുണ്ട്, കേട്ടു നോക്കെ. സ്വന്തം മോള്, മോന്റെ മോള്, മോളെ ആ കീപ്പട്ട് എത്ര പോയാലും വണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അടാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാഇ സിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ. ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്. ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ ഋതുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ ഋതുവത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല. വലിയൊരു മൗലിയാരും വലിയൊരു ഉസ്താദ് പറയുന്ന, ഇയാളുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ കേട്ടിട്ടുണ്ട് ഇയാളുടെയൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ ഒക്കെ. പുള്ളി പറയുന്ന വ്യഭിചാരത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ
നിങ്ങൾ ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടി ഹലാലാണ്, കെട്ടാം ഭാവിയിൽ. അത് ഇസ്ലാമിക നിയമപ്രകാരം ആ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയായിട്ട് കാണത്തില്ല. ഇത് ഇസ്ലാമിലുള്ള നിയമം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖുറാൻ മാത്രമല്ല, പല ഗ്രന്ഥങ്ങളുണ്ട്, ഹദീസും പല ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ഖുറാൻ മാത്രമല്ല. പിന്നെ വേറെയും കുറേ ചേട്ടന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് വേറെ ഖുറാനിൽ വേറെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ലണ്ടൻ ആരിഫ് ലണ്ടനിൽ പോയി മൂഞ്ചിയ കഥ നാട്ടിൽ പാട്ടായ സ്ഥിതിക്ക് ഇനി അതിന്റെ രണ്ടാം ഭാഗം. ഖുറാൻ 4:23. നിങ്ങൾ കല്യാണം കഴിക്കുന്ന സ്ത്രീക്ക് ഓൾറെഡി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ സ്ത്രീയുമായിട്ട് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അവരുടെ കൊച്ചിനെ നിങ്ങൾക്ക് കെട്ടാം. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ തരാം. നിങ്ങളിപ്പോ പാത്തുമ്മയെ കെട്ടി, പക്ഷെ പാത്തുമ്മയായിട്ട് നിങ്ങൾ കളിയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പാത്തുമ്മയുടെ മോളെ നിങ്ങൾക്ക് കെട്ടാം. ഇതുകൊണ്ടായിരിക്കണം അറബിയിൽ നിക്കാഹ് എന്ന വാക്കിന്റെ അർത്ഥം കളി എന്നാവുന്നത്. ചുരുക്കി പറഞ്ഞ ഇസ്ലാമിലെ കല്യാണം എന്ന് പറയുന്നത് കളിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഇത് കല്യാണാണോ അതോ കളി തരുമോ കരളയാണോ? അടുത്തത് കേരളത്തിൽ പഠിപ്പിക്കുന്ന ഫത്വയിൽ മൊയിൻ പേജ് നമ്പർ 465. നിങ്ങൾക്കൊരു പെൺകുട്ടി വ്യഭിചാരത്തിൽ ഉണ്ടാവുന്നതാണെങ്കിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഹലാലാണ്. കാരണം വ്യഭിചാരത്തിൽ ഉണ്ടാവുന്ന കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് ഇസ്ലാം കണക്കാക്കുന്നില്ല. ഉദാഹരണത്തിന് ഈ കാണുന്ന വിഷജന്തു ഏതെങ്കിലും ഒരു സ്ത്രീയെ വ്യഭിചരിച്ച കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഈ ജന്തുവിന് തന്നെ കെട്ടാം. ആ ജന്തുവിനെ തന്നെ കെട്ടാം. ഇതാണ് ഇസ്ലാമിലെ നിയമം. പിന്നെ ആരിഫ് തോറ്റുപോയത്, അത് ആരിഫ് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം വീഡിയോ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിത്ത് എവിഡൻസ് പ്രൂഫുകൾ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖുറാൻ മാത്രമല്ല, പല ഗ്രന്ഥങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മുസ്ലിമും ജീവിക്കുന്നത്. അപ്പോൾ അത് ആരിഫ് ഡീൽ ചെയ്തോളും. ഇനി ആ ഒരു ദാവാക്കുഞ്ഞുണ്ടായിരുന്നല്ലോ, അവിടെ കിടന്ന് കൊരാന്ന് കുരയ്ക്കുന്ന ഒരു പന്നിക്കുട്ടി, കുറേ എണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആ മിടി നിന്നവൻ. അവൻ BJP പറയാനാണ്. BJPയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചും ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ജൂത ഫണ്ടും മേടിച്ചിട്ടാണ് ആരിഫ് ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ആരിഫ് കള്ളനാണ്. മറ്റേത് നീ കണ്ടോടാ ആരിഫ് കാശ് മേടിച്ചത്? അപ്പോൾ ഇവിടെ എല്ലാ ഈ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ BJP RSSനും കാശ് കൊടുക്കണമല്ലോ. നീ കണ്ടോ? ഇതുപോലത്തെ നിന്നെപ്പോലുള്ള മത തീവ്രവാദികൾ കണ്ടോ? BJP RSSൻ്റെ ഇന്ന് ഫണ്ട് മേടിച്ചിട്ടാണ് എല്ലാം ഈ പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾക്ക് രാജ്യസ്നേഹവും ഇതും ഉണ്ടായിട്ടാണ് ഞങ്ങൾ BJPയെ സപ്പോർട്ട് ചെയ്യുന്നത്. നീ അപ്പം ഈ മതതീവ്രവാദം കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ നിന്റെ ഇസ്ലാം വളർത്താൻ. അത് എവിടുന്നൊക്കെ ഫണ്ട് മേടിച്ചിട്ടാ? ഈ ഖത്തർ ഇസ്ലാമിക ബ്രദർഹുഡ് ഉണ്ടല്ലോ, മുസ്ലിം ബ്രദർഹുഡ്, ഇതിനെയൊക്കെ തീറ്റി പോറ്റുന്ന ഖത്തറിൽ നിന്നും പിന്നെ തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും, ഇറാൻ്റെ റെജീം ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഫണ്ട് മേടിച്ചിട്ടാണോ നീയൊക്കെ ഈ മതപ്രവർത്തനം കുഞ്ഞുങ്ങൾ നടക്കുന്ന പ്രവർത്തനത്തിന്? അതൊക്കെ ഞങ്ങൾക്ക് നിന്നോട് തിരിച്ചു ചോദിക്കാം, നിന്നെപ്പോലുള്ള തീവ്രവാദികളോട്. ആരിഫ് പോയിട്ടുണ്ട്, ആരിഫിൻ്റെ കാശും കൊണ്ടാണ് പോയത്. അത് BJP കൊടുത്തെന്ന് നിന്നെപ്പോലുള്ള കുഞ്ഞുങ്ങൾ പറയേണ്ട കാര്യമില്ല. പിന്നെ ജൂതൻ്റെ ഇതിന് ഫണ്ട് മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നീ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് പോയി ഫണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കും തീവ്രവാദ പ്രവർത്തനത്തിന്. ഈ യൂറോപ്പിലൊക്കെ തീവ്രവാദം ചെയ്യാനായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ്. അപ്പം നീയൊക്കെ അവിടുന്ന് ഫണ്ട് മേടിച്ചിട്ടാണ് ഇവിടെ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ആരിഫ് ഇസ്രായേലിനും BJP ന്നും RSS നിന്നൊക്കെ ഫണ്ട് മേടിച്ചെന്ന് നിനക്ക് പറയാമെങ്കിൽ അതുപോലെ ഞങ്ങൾക്കും തിരിച്ചു പറയും. പിന്നെ ഇസ്രായേലും പാലസ്തീൻ വിഷയത്തിൽ സയനിസ്റ്റ് അത് വിത്ത് തെളിവുണ്ടായിട്ടാണ് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നീ പറയുന്ന പോലെ ജനോസൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനോസൈഡിൻ്റെ പ്രൂഫ് എന്താ ഉള്ളത്? 70,000 പേര് മരിച്ചു. 70,000 പേരിൽ എത്ര പേര് ഹമാസ് തീവ്രവാദികളുണ്ടായിരുന്നു? നിങ്ങളൊരു ഡയലോഗ് ഉണ്ടല്ലോ, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. TG മോഹൻദാസ് സാർ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ ആ ഡയലോഗ് ഞാൻ കടമെടുത്തതാണ്. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. ഇതിനും മാത്രം ഗർഭിണികൾ എവിടാടി? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്രായേൽ ഗാസയിലിട്ടത് ഏകദേശം 2 ലക്ഷം കിലോ ബോംബുകളാണ്. അത്രയും ബോംബിൻ്റെ പകുതി പോലും വേണ്ട ആ ഗാസ മുഴുവൻ നശിപ്പിച്ച് കളയാൻ. എന്നിട്ടും അവിടെ 70,000 പേരെ മരിച്ചിട്ടുള്ളെങ്കിൽ അതെവിടാ ജനോസൈഡ്? അതൊന്ന് ചിന്തിച്ച് നോക്കുക. നിന്നെപ്പോലുള്ള 6-ാം നൂറ്റാണ്ടിലെ മദ്രസ പൊട്ടന്മാരൊക്കെ ഇപ്പം ആരിഫിനെ ഉടുക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ നിന്നെപ്പോലുള്ളവന്മാരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പിള്ളേരെ പാത്രം വെച്ചും ഇതുമൊക്കെ നിർത്തി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ജനോസൈഡ് പട്ടിണിക്കിടുന്ന, അവിടെ പട്ടിണിക്കിടുന്ന ആരാന്ന് എല്ലാം UN റിപ്പോർട്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹമാസ്
ഗാസയെ കാണിച്ചു കൂട്ടി എന്താണ്, കൊടുക്കുന്ന UN എയ്ഡ് പോലും അവിടെ എത്തിക്കാതെ ഇവന്മാർ അടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ഇവന്മാരത് പൂഴ്ത്തി വെച്ചിട്ട് ഇവന്മാർ തിന്നു കൊഴുക്കുക. പിന്നെ എന്തുവാ, ഫാമിൻ, പട്ടിണി. അത് കുഞ്ഞ് എലിക്കണ്ടി പോലെ ഇങ്ങനെ ഇരിക്കും, അമ്മ നല്ല ഗുണ്ടുമണി പോലെ ഇരിക്കും. ഇതാണ് അവിടുത്തെ ഫാമിൻ. ഏത് പെറ്റ തള്ളയായാലും സ്വന്തം തള്ള അമ്മ കഴിക്കാതെ ഇരുന്നിട്ട് മക്കൾക്കേ കൊടുക്കത്തുള്ളൂ ആഹാരം. അമ്മ കഴിക്കത്തില്ല, മക്കൾക്കേ കൊടുക്കത്തുള്ളൂ. ഇവിടുത്തെ പക്ഷേ അമ്മമാരൊക്കെ നല്ല ഗുണ്ടുമണിയും പിള്ളേരെല്ലാം ഈർക്കിലും. എന്നിട്ട് അമ്മമാരിരുന്ന് കരയുന്നു, അയ്യോ എൻ്റെ കൊച്ചു പട്ടിണിയാണേന്ന്. ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെയാണ്. ഏത് രാജ്യത്താണ് ഈ ലോകത്ത് എവിടെയാണേലും കുഞ്ഞാണ് വലുത്. കുഞ്ഞിനെ എവിടെ, ഏത് ജീവജാലങ്ങളിലാണേലും കുഞ്ഞിന് കൊടുത്തത്. ഇത് അമ്മ ഭയങ്കര ഗുണ്ടുമണി പോലെയും പിള്ളേർ ഇങ്ങനെ എലിക്കണ്ടി പോലെ ഇരിക്കും. എന്നിട്ട് ഇവർ പറയുന്നു ഫാമിനാന്ന്. ഇത് മനസ്സിലാക്കാൻ ബോധം വിവരമുള്ള ഈ മദ്രസ പൊട്ടന്മാർക്ക് കാണത്തില്ല, അവർക്ക് 6-ാം നൂറ്റാണ്ടിലെ ബുദ്ധിയുള്ളൂ. ബോധം വിവരമുള്ളവർ മനസ്സിലാവും. പിന്നെ സ്വന്തം ഈ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഏറ്റവും കൂടുതൽ ഈ ജനറ്റിക്കൽ ഡിസോർഡർ ഉള്ള കുട്ടികൾ അത് ഈ ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പെങ്ങള്, കസിൻസ് ഇവരെയൊക്കെ കെട്ടും. ഈ ഫസ്റ്റ് ബ്ലഡ് അതിലുള്ള പിള്ളേരെയൊക്കെ കെട്ടിയിട്ട് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ജനറ്റിക്കൽ ഡിസോർഡർ വരും. ആ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അയ്യോ ഇസ്രായേൽ പട്ടിണിക്ക് ഇട്ട് കൊന്നേന്ന് പറഞ്ഞ് കരയും. ഇതാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരുന്ന ഇത്രയും നാളത്തെ നാടകം. ഇനിയേലും ഇതൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കുക. ഫ്രീ പാലസ്തൈൻ, യെസ്, ഹമാസാണ് അവിടെ തീവ്രവാദവും ആ ജനങ്ങളെ നശിപ്പിച്ചത്. കഴിഞ്ഞ മാസം ഗാസയിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഹമാസിനെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇറങ്ങിയത്. ഹമാസ് നമ്മുടെ നാട്ടിൽ നമ്മുടെ മുക്കാൽ മീഡിയ ഉണ്ടല്ലോ, മീഡിയ 1, പിന്നെ നമ്മുടെ ജിഹാദി ദാവൂദ്, ഇവനൊക്കെ പറഞ്ഞു കിടക്കുന്നത് ഹമാസ് പോരാളികളാണ്, ഈ ഗുലാബ് സിന്ദാബ പോരാളികൾ, ഭയങ്കര വലിയ പോരാളികളല്ലേ. കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട് കൂടെ ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത്, അവരൊക്കെ പോരാളികൾ. നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ എല്ലാ ജനങ്ങളും പലസ്തീന് വേണ്ടി നിൽക്കുന്നു. ഇത് പറയാൻ പിണറായി വിജയൻ ആരായിരുന്നു? പുള്ളി എല്ലാ വീടുകളിലും പോയി സെൻസസ് എടുത്തായിരുന്നു കേരളത്തിലെ എല്ലാവരും പലസ്തീൻ്റെ ഗാസയുടെ ഒപ്പമാണെന്ന്? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഇനിയേലൊക്കെ മനസ്സിലാക്കുക, ഈ ഉടായ്പ തരവും ഈ 6-ാം നൂറ്റാണ്ടിലെ തോന്നിയാസകൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതാണ്. പിന്നെ ആരിഫ് വ്യക്തമായിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഈ പറയുന്ന ആ ഒരു സ്പീക്കേഴ്സ് കോർണറിന് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് യൂട്യൂബിൽ കണ്ടു വെക്കണം. ഇസ്ലാമിനെതിരെ പറയുന്നത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരുമാതിരി ചെന്നായിക്കൂട്ടങ്ങൾ ആക്രമിക്കാൻ വരുന്ന പോലെ ആണ് ആക്രമിക്കാൻ വരുന്നത്. ആരിഫിൻ്റെ സേഫ്റ്റിയും കൂടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത്. പുള്ളിക്കാരൻ അന്നപ്പോൾ അവിടെ വെച്ച് എടുത്ത് കാണിച്ചിരുന്നത് ഇവന്മാർ വയലൻസിൻ്റെ ആൾക്കാരാണ്. അത് വീഡിയോസ് ഉണ്ട്, അവിടെ എന്തുമാത്രം പേരെ ആക്രമിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട്. സ്പീക്കേഴ്സ് കോണെന്ന് വെച്ച് ഒന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ നോക്കിയാൽ മതി. ഇവിടുത്തെ ക്രൈംസ്, ഫൈറ്റിങ്സും ഒക്കെ നോക്കിയാൽ മതി. അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടിയും പിടിയും ചവിട്ടും, ചിലപ്പോൾ കൊന്നു കളയുകയും ചെയ്യും. അവിടെ ഈ കാക്കാമാരുടെ അഴിഞ്ഞാട്ടമാണ് ആ ഏരിയയിൽ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇസ്ലാം കൊളന്നോട്ടിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം UK-യിലെ ഇപ്പോഴത്തെ അവസ്ഥയും പണ്ടത്തെ അവസ്ഥയും നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. UK വിളിക്കുന്നത് ബ്രിട്ടീഷ്സ്ഥാൻ എന്നാണ്. UK-യില ലണ്ടനോ ബ്രിട്ടനോ ഒന്നുമല്ല വിളിക്കുന്നത്, ബ്രിട്ടീഷ്സ്ഥാൻ. അതൊന്ന് അന്വേഷിക്കണം. അവിടുത്തെ ക്രൈം റേറ്റ്സ് എന്തൊക്കെയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസും ഈ കാക്ക തീവ്രവാദികളെയും കൊണ്ട്. ഇവിടെ മതം പരിവർത്തനം ചെയ്ത് UK-യിലെ ഓരോ ക്രിസ്ത്യൻ പള്ളികളും പിടിച്ചടക്കിയിട്ട് അവിടെ ഇപ്പോൾ ഇവന്മാരുടെ ഏറിയാക്കി. അതാണിപ്പോൾ അവസ്ഥ. അപ്പോൾ ആരിഫ് ഇതെല്ലാം കാണിക്കാൻ പോയി. പിന്നെ വേറെ ഒരു ഡയലോഗ്, അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ഇസ്രായേലിൽ പോയപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട്. നിങ്ങളുടെയൊക്കെ ഉടായ്പത്തരം എന്താണെന്നൊക്കെ ഇവിടെ പിന്നെയും പൊളിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളായിട്ട് തന്നെ പൊളിക്കുക. ഇപ്പം നിങ്ങൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആരിഫ് അവിടെ വെച്ച് പിന്മാറിയപ്പോൾ തന്നെ പുറത്തു വന്നത് ഖുറാനിൽ ഇല്ലേ തന്നെ മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പരിപാടി നടത്തിയിട്ട് അതിൽ നിന്ന് അവിഹിതത്തിൽ കൂടെ ഉണ്ടാകുന്ന കൊച്ച്, ആ കൊച്ച് ഇസ്ലാമിക നിയമപ്രകാരം അത് നിങ്ങളുടെ കൊച്ചല്ല. നിങ്ങൾക്ക് ഭാവിയിൽ ആ കൊച്ചിനെ കെട്ടാന്നുള്ള ഇപ്പം തെളിവ് പുറത്തിപ്പോൾ എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുക. ഇതിന് ആരിഫ് ബ്രോയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ആ ഒരു കളി കളിച്ചുകൊണ്ട്
ഇതിപ്പോൾ പുറത്ത് വന്നു. ഇതുപോലെ ഇനിയും എല്ലാ തോന്നിയാസങ്ങളും ഇസ്ലാമിൻ്റെ പുറത്ത് വരും. നിങ്ങൾ ദാവാ കുഞ്ഞുങ്ങൾ വെളുപ്പിക്കാൻ നോക്കുന്ന പോലെ അതും എല്ലാം പുറത്ത് വരും. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.